ഗ്യാസ് ആയിരുന്നു എന്ന് വിചാരിച്ച് ഗ്യാസിന്റെ നെഞ്ചുവേദനയാന്ന് പറഞ്ഞിരിക്കുക. അത് ഇപ്പൊ ഞാനും ഒക്കെ പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്കിള് ഗ്യാസ് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇത് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന്. ഇത് രണ്ടും തിരിച്ചറിയാന്നുള്ളതിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈസ് ഇറ്റ് പോസിബിൾ? ഇത് ഗ്യാസിന്റെ നെഞ്ചുവേദനയല്ല. ചില സമയത്ത് ഗ്യാസിന്റെ നെഞ്ചുവേദനയും ഇത് ഹാർട്ടിന്റെ വിമിഷ്ടവും രണ്ടും ഏതാണ്ട് സിമിലർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് സംഗതി, നമുക്ക് ഒരു ഗ്ലാസ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താ, ഒരു ഗ്യാസ് കെട്ടി നിൽക്കണ പോലെ തോന്നിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഒരു മരുന്ന് കഴിക്കുക. അത് കഴിക്കുമ്പോഴേക്കും തന്നെ ഒരു എമ്പക്കം പോയി അങ്ങ് പെട്ടെന്ന് അങ്ങ് റിലീവ് ആവുകയാണെങ്കിൽ നമുക്കറിയാം അത് ആ ആസിഡ് റിഫ്ലക്സ് ചെയ്ത് വരുന്നതിൻ്റെ ഇഫക്റ്റ് ആണെന്ന്. പക്ഷേ പലരും പേഷ്യൻസ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തൊരു വെള്ളം കുടിച്ചിട്ട് ഇത് പോണില്ല, അത് അവിടെ തന്നെ എന്തോ ഇരിക്കുകയാണ് അവിടെ എന്നുള്ള മട്ടിലുള്ള ഫീലിംഗ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരം കണ്ടുവാനും വേർക്കുന്ന ഫീലിംഗ്, തലകർക്കം പോലെയുള്ള ഫീലിംഗ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, പ്രത്യേകിച്ച് സ്വെറ്റ് ചെയ്യുക എന്നുള്ളതൊരു ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കൊരു വേർക്കണ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരിക്കരുത്, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ പോകണം, ECG എടുക്കണം, നമ്മളത് വേറെ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അതർ ദാൻ ഗ്യാസ്, ഈ നെഞ്ചുവേദന വരാനുള്ള പാനിക് ഡിസോർഡർ ഉള്ളവർക്കുണ്ട്, പാനിക് അറ്റാക്ക് ഉള്ളവർക്ക്. അപ്പോൾ അവർക്ക് ഈ കൂടെ ടെൻഷനൊക്കെ ഉള്ളവരുണ്ട്, അവർക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് വരും, ശ്വാസം മുട്ട്, അതുപോലെ തന്നെ കൈകാല് തരിപ്പ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം. പക്ഷേ യൂഷ്വലി അതൊരു 10-15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് യൂഷ്വലി സബ്സൈഡ് ചെയ്യും. അത് യൂഷ്വലി യങ്ങർ പീപ്പിൾ, പിന്നെ ചെറുപ്പക്കാരിലെ കൂടുതൽ, പിന്നെ കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഉള്ളവരിലൊക്കെയാണ്.